ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ തോൽവിയിൽ കടുത്ത അതൃപ്തിയുള്ള കെ മുരളീധരൻ കോൺഗ്രസിൽ പുതിയ നീക്കത്തിന് ഒരുങ്ങുന്നു. കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരനുമായി സഹകരിച്ച് കോൺഗ്രസിനുള്ളിൽ പുതിയ സമവാക്യ സാധ്യതകൾ തെളിയുന്നതായാണ് സൂചന. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള കെ കരുണാകരൻ സ്റ്റഡി സെന്റർ സംഘടിപ്പിക്കുന്ന കെ കരുണാകരൻ ജന്മദിന അനുസ്മരണത്തിൽ കെ സുധാകരൻ മാത്രമാണ് പങ്കെടുക്കുന്നത്. കെ മുരളീധരൻ തന്നെയാണ് സുധാകരനെ നേരിട്ട് ക്ഷണിച്ചതെന്നാണ് നേതാക്കൾ പറയുന്നത്. ഇത് തന്നെയാണ് പുതിയ സമവാക്യ സൂചനയ്ക്ക് അടിസ്ഥാനവും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയായിട്ടും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ക്ഷണമില്ല. തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ കനത്ത തോൽവിയിൽ തന്നെ കുരുതി നൽകി എന്ന കടുത്ത പരാമർശമടക്കം നടത്തിയ മുരളീധരൻ ഇനി പൊതുരംഗത്തേക്കില്ലെന്ന നിലപാടിലുമാണ്. വട്ടിയൂർക്കാവിൽ കേന്ദ്രീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. തോൽവിയിൽ മുരളീധരനെ നേരിട്ടു കണ്ട് ആശ്വസിപ്പിച്ചത് കെ സുധാകരൻ മാത്രമായിരുന്നു. ഫോണിൽ പോലും ബന്ധപ്പെടാതിരുന്ന സതീശൻ ദിവസങ്ങൾക്ക് ശേഷം മുരളീധരൻ ഡൽഹിയിൽ പോയ ദിവസമായിരുന്നു കോഴിക്കോട് വീട്ടിലെത്തിയത്. കാണാതെ മടങ്ങിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് താൻ ഇല്ലാത്ത ദിവസമാണ് എത്തിയതെന്ന പരോക്ഷ വിമർശനത്തോടെയായിരുന്നു പ്രതികരിച്ചതും. അതൃപ്തിയിലായിരുന്ന മുരളീധരനെ നേരിട്ട് കണ്ട് സുധാകരൻ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം നൽകാനും തയ്യാറാണെന്ന തരത്തിൽ പ്രതികരണവും നടത്തിയിരുന്നു. മറ്റ് നേതാക്കൾ കാണാൻ വന്നില്ലേ എന്ന ചോദ്യത്തിന് പല നേതാക്കളും തിരക്കുള്ളവരല്ലേ, അവരൊക്കെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന തരത്തിലുള്ള പ്രതികരണവുമാണ് മുരളീധരൻ പറഞ്ഞിരുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്ന ആളുകൾ മതി എന്ന നിലപാടിലേക്കും പുതിയ നീക്കങ്ങളിലേക്കും മുരളീധരൻ പോകുന്നുവെന്നാണ് സൂചന. കെ.പി.സി.സിയും അടുത്ത നിയമസഭയിൽ വട്ടിയൂർക്കാവും ലക്ഷ്യമിട്ടാണ് കെ മുരളീധരന്റെ തുടർ നീക്കങ്ങളെന്നാണ് അറിയുന്നത്.